ഹായ് ഓൾ, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഒരു ഹെയർ സ്മൂത്തനിങ് ജേർണിയാണ് കേട്ടോ. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്യാൻ ഓക്കെ ആണ്, നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്ത സമയത്ത് ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് നോക്കിയിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടിട്ടാണ് ഞാൻ പോയി ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് എന്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളും പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഹെയർ സ്മൂത്തനിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യങ്ങളും ഹെയർ സ്മൂത്തനിങ് ജേർണി എങ്ങനെയാണെന്നും ആഫ്റ്റർ കെയർ എങ്ങനെയാണ് ഹെയറിന്റെ എന്നും ഉള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ ഈ ആഫ്റ്റർ കെയർ എന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കും കൂടെ പ്രത്യേകിച്ച് ഞാൻ പറയും കേട്ടോ. കാരണം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ ഹോസ്റ്റലിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം കേട്ടോ. അതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാനും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബീയിങ് മെന്റലി പ്രിപ്പയർഡ്. ഈ ബീയിങ് മെന്റലി പ്രിപ്പയർഡിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ സ്മൂത്തനിങ് ചെയ്യാം എന്ന് ഡിസിഷൻ എടുക്കുകയാണ് എങ്കിൽ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന്റെ ആഫ്റ്റർ കെയർ ചെയ്യാം. നമ്മൾ നാച്ചുറൽ ഹെയർ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്നു അതേപോലെ ഒരിക്കലും നമ്മൾ കെമിക്കലി ട്രീറ്റഡ് ഹെയറിനെ നമുക്ക് നോക്കാൻ പറ്റില്ല. വല്ലപ്പോഴും നോക്കുക, ഇല്ലെങ്കിൽ തോന്നുമ്പോൾ മാത്രം കെയർ ചെയ്യുക, അതൊന്നും നടക്കില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്താൽ മാത്രമേ മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവൂ. നിങ്ങളുടെ ഫേസിന് എന്താണോ ചേരുന്നത്, സ്മൂത്തനിങ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചിലവർക്ക് കുറച്ചും കൂടി ചേരുന്നത് പെർമനന്റ് ബ്ലോ ഡ്രൈ ആയിരിക്കും. അപ്പൊ പല സോർട്ട് ഓഫ് ഹെയർ ട്രാൻസിഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ, നിങ്ങളുടെ ഫേസിന് നല്ലത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. അല്ലാതെ എടുത്തു ചാടി ഇപ്പോ സ്മൂത്തനിങ് ചേരാത്ത ഒരു ഫേസിന് നിങ്ങൾ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്കൊരു റിഗ്രറ്റ് തോന്നാൻ പാടില്ല. അപ്പൊ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, സ്മൂത്തനിങ് ഞാൻ ആദ്യം ചെയ്യുമ്പോൾ എന്റെ ഹെയർ എങ്ങനെയായിരുന്നെന്നും പിന്നെ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത ഫോട്ടോയാണ് ആഫ്റ്ററിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് എ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. സ്മൂത്തനിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ല കേട്ടോ. നമ്മൾ മെയിൻ ആയിട്ട് സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം 2 കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രൊഡക്ട്സ്. നമ്മൾ ഏത് ഹെയർ ട്രീറ്റ്മെന്റ് ആണോ ചെയ്തത് ആ സലൂണിൽ നിന്ന് നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് സജസ്റ്റ് ചെയ്യും. മെയിൻ ആയിട്ട് ഷാംപൂ, മാസ്ക്, സെറം, ഇത്രയായിരിക്കും. നമ്മൾ നോർമൽ ഹെയറിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്ട്സും നമുക്ക് പിന്നെ ട്രീറ്റഡ് ഹെയറിന് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, സലൂണിൽ നിന്ന് നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്ട്സിനെക്കാട്ടിലും എന്തുകൊണ്ടും കോസ്റ്റ്ലി ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരിക്കൽ സ്മൂത്തനിങ് ചെയ്തു, ഒരു 5K 6K ഒക്കെ കൊടുത്ത് ചെയ്തു എന്ന് വിചാരിക്കാം. അതിനുശേഷം 6 മാസം കൂടുമ്പോൾ നമ്മുടെ ഹെയറിന്റെ റൂട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ നോർമൽ ഹെയർ സ്കാൽപ്പിൽ നിന്നും വളർന്നു തുടങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക, നമ്മുടെ നോർമൽ ഹെയർ സ്കാൽപ്പില് ബേബി ആയിട്ടോ കേളി ആയിട്ടോ വളരും. ബാക്കി കെമിക്കലി ട്രീറ്റഡ് ഹെയർ സ്മൂത്ത് ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പൊ 2 ടെക്സ്ചർ ആയിരിക്കും മുടിക്കുണ്ടാവുക. അപ്പൊ അത് നല്ല വൃത്തികേടായിരിക്കും. അപ്പൊ നിങ്ങൾ 6 മാസം കൂടുമ്പോൾ റൂട്ട് ചെയ്യേണ്ടി വരും. അതിന് ഏകദേശം നമ്മൾ സ്മൂത്തനിങ്ങിന് എത്രയാണോ സ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ഹാഫ് നമുക്ക് ഹെയർ റൂട്ട് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഒരിക്കൽ നമ്മളിപ്പോ 5K 6K കൊടുത്ത് സ്മൂത്തനിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ചൂസിങ് ദ റൈറ്റ് സലൂൺ. റൈറ്റ് സലൂൺ ചൂസ് ചെയ്യാൻ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയും. കാരണം ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സലൂണിൽ പോയിട്ടാണ് ആദ്യമായിട്ട് ഹെയർ സ്മൂത്തനിങ് ചെയ്യുന്നത്. അവരെന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ പെർമനന്റ് സ്മൂത്തനിങ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അവർ ക്രീം അപ്ലൈ ചെയ്തിരുന്നു, മുടി സ്ട്രെയിറ്റ് ചെയ്തു, ഹീറ്റ് ചെയ്തു, ഡ്രൈ ചെയ്തു, ഇതെല്ലാം ചെയ്തു. പക്ഷെ ഫസ്റ്റ് വാഷിൽ തന്നെ മുടി നാച്ചുറൽ ആയിട്ട്, എനിക്ക് നാച്ചുറൽ മുടി എന്റേത് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ആയി. അപ്പൊ നിങ്ങളത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, റൈറ്റ് ആയിട്ടുള്ള ഒരു സലൂൺ ചൂസ് ചെയ്യുക. കാരണം ഒരിക്കൽ നിങ്ങളുടെ മുടിക്ക് എന്തെങ്കിലും ഇതേപോലെ എനിക്ക് സംഭവിച്ച പോലെ ഒരിക്കൽ ചെയ്ത് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 1-1.5-2 മാസം എടുത്താലേ പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് മുടിയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റൂ. കാരണം മുടി ഓൾറെഡി ഡാമേജ്ഡ് ആയിരിക്കും. ഹീറ്റൊക്കെ കൊടുത്ത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ പിന്നെ ഹെൽത്തി ആയാൽ മാത്രമേ
നമുക്ക് പിന്നീട് അടുത്ത ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ഏകദേശം എനിക്ക് 2 മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷമാണ് ഞാൻ നല്ലൊരു സലൂൺ കണ്ടുപിടിച്ച് അവിടെ പോയി ചെയ്യുന്നത്. അപ്പൊ ചൂസിങ് ദ റൈറ്റ് സലൂൺ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോ സലൂണിൽ പോവുകയാണ്, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ പോയി. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മുടിയിൽ ഓയിൽ കണ്ടന്റ് ഇല്ല എന്ന് അഷ്യൂർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ സ്മൂത്തനിങ് ചെയ്യാനായിട്ട് പോകാവൂ. കാരണം ഓയിലിന്റെ കണ്ടന്റ് കുറച്ചെങ്കിലും മുടിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കെമിക്കല് ഇഫക്റ്റീവ് ആകത്തില്ല മുടിയിൽ. കുറച്ച് വാഷ് കഴിഞ്ഞ് ഒരു 3-4 വാഷ് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ നാച്ചുറൽ ഹെയർ എങ്ങനെയായിരുന്നു അത്രയും ആയില്ലെങ്കിലും കുറച്ചെങ്കിലും ഒരു വേവി ആയിട്ടോ കേളി ആയിട്ടോ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ചില സലൂണിലുള്ള ആൾക്കാർ എന്താ പറയാ, നമുക്കൊരു പ്രോട്ടീൻ വാഷോ അല്ലെങ്കിൽ ജസ്റ്റ് ഹെയർ വാഷ് ചെയ്തിട്ട് അങ്ങ് ചെയ്യാം, കുഴപ്പമില്ല, ഓയിൽ കണ്ടന്റ് പൊക്കോളും എന്ന് പറയും. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്നാണോ സ്മൂത്തനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് 7 ദിവസം മുമ്പ് മുതൽ നിങ്ങൾ ബേബി ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി മൊത്തം നന്നായിട്ട് കഴുകണം. എന്ന് വെച്ചാൽ ഓയിലിന്റെ കണ്ടന്റ് ഒട്ടും ഇല്ല എന്ന് അഷ്യൂർ ചെയ്യണം നിങ്ങൾ. എന്നിട്ട് മാത്രമേ നിങ്ങൾ സ്മൂത്തനിങ് ചെയ്യാനായിട്ട് പോവാവൂ. കാരണം ഓയിലിന്റെ കണ്ടന്റ് ഒട്ടുമേ ഉണ്ടാകാനായിട്ട് പാടില്ല. പിന്നെ ബേബി ഷാമ്പു യൂസ് ചെയ്യാൻ പറയുന്ന കാര്യം, നമ്മുടെ നോർമൽ ഷാമ്പു ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് മുടിയെ ഡ്രൈ ആക്കും 7 ദിവസം കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ബേബി ഷാമ്പു ആണെങ്കിൽ മൈൽഡ് ആണ്, അപ്പൊ അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല മുടിക്ക്. അതിനാണ് ബേബി ഷാമ്പു യൂസ് ചെയ്യാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സലൂണിൽ പോയി ഒരു പ്രോട്ടീൻ ചെയ്ത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്മൂത്തനിങ് ട്രീറ്റ്മെന്റിലേക്ക് കടക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ സ്മൂത്തനിങ് പ്രോസസ്. സ്മൂത്തനിങ് പ്രോസസ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ പോകും, നേരത്തെ പറഞ്ഞതുപോലെ പ്രോട്ടീൻ വാഷ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഹെയറിൽ ആദ്യം അവര് വാഷ് ചെയ്തതിന് ശേഷം മുടി ഡ്രൈ ഡ്രൈ ചെയ്തതിന് ശേഷം അവരൊരു ക്രീം അപ്ലൈ ചെയ്യും. അതാണ് ഫസ്റ്റ് ക്രീം എന്ന് പറയുന്നത്. അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ നമ്മൾ വെയിറ്റ് ചെയ്യണം, അത് കുറച്ച് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അത് വാഷ് ഔട്ട് ചെയ്ത് കളയും. അതിനുശേഷം മുടി നമ്മൾ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്യും. സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കോട്ട് ഓഫ് ക്രീം അവർ അപ്ലൈ ചെയ്യും. എന്ന് വെച്ചാൽ ഓൾറെഡി സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞു, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ ലെയർ ഓഫ് ക്രീം അവർ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ ലെയർ ഓഫ് ക്രീമും അവർ അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് അതും ഒരു ഹാഫ് ആൻ അവറോ 1 അവറോ നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം അത് വാഷ് ഔട്ട് ചെയ്ത് കളയും. അതിനുശേഷം മുടി ഡ്രൈ ചെയ്യും. ഇതാണ് ആ എൻറ്റയർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 4 to 5 hours അല്ലെങ്കിൽ മോർ ദാൻ 5 hours ചിലപ്പോൾ ടൈം എടുക്കും ഈ ഒരു എൻറ്റയർ പ്രോസസ്സിന് വേണ്ടിയിട്ട്. ഇതാണ് സ്മൂത്തനിങ്ങിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 2 ദിവസത്തേക്ക് മുടി കെട്ടി വെക്കാനോ ഒന്നിനും പറ്റത്തില്ല. നമ്മളിപ്പോ ഒന്ന് മുഖം കഴുകാൻ മുടി ഈ ചെവിയുടെ സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെക്കാൻ പോലും, അങ്ങനെ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. എങ്ങനെ മുടി കിടക്കുന്നു ആ രീതിയിൽ തന്നെ ഇങ്ങനെ തന്നെ കിടക്കണം. കാരണം ഇങ്ങനെ നമ്മൾ ആക്കി കഴിഞ്ഞാൽ ആ സൈഡിലുള്ള മുടി മാത്രം ആ ഷേപ്പിലാകും. 2 ദിവസത്തേക്ക് നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഒന്നും നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല, ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല, വെള്ളം തൊടിയിക്കാൻ പോലും പാടില്ല, സ്ലൈഡോ ക്ലിപ്പോ ഒന്നും നിങ്ങൾ വെക്കാൻ പാടില്ല, കെട്ടാനും പാടില്ല. എങ്ങനെയാണോ മുടി അതേപോലെ തന്നെ നിങ്ങൾ 2 ദിവസത്തേക്ക് ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫസ്റ്റ് വാഷ് വരുന്നത്. ഫസ്റ്റ് വാഷ് നിങ്ങൾ എന്തായാലും, പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, സ്മൂത്തിങ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യും, പക്ഷെ വാഷ് ആകുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും ഇനിയും കുറച്ച് പൈസയും കൂടെ സ്പെൻഡ് ചെയ്യണ്ടേ, വേണ്ട വീട്ടിൽ വെച്ച് തന്നെ വാഷ് ചെയ്യാന്ന്. പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ സ്മൂത്തനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫസ്റ്റ് സ്മൂത്തനിങ് ആണ് നിങ്ങളുടെയെങ്കിൽ, നിങ്ങൾ എന്തായാലും 2 ദിവസം കഴിഞ്ഞ് സലൂണിൽ പോയി തന്നെ വാഷ് ചെയ്ത് കളയുക. ഈ വാഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചില സലൂൺസിൽ അവർ റെക്കമെൻഡ് ചെയ്യും, നിങ്ങളുടെ മുടിയിൽ ഡാൻഡ്രഫ് ഉണ്ട് അല്ലെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വാഷിന് പോകുമ്പോൾ അതിന്റെ സ്പാ ചെയ്യാനായിട്ട് പറയും. ഹെയർ ഫോൾ സ്പായോ ഡാൻഡ്രഫ് സ്പായോ എന്താന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറയും. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നോർമൽ ആയിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ സലൂണിൽ തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് യൂസിങ് ദി റൈറ്റ് പ്രൊഡക്ട്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഏത് ട്രീറ്റ്മെന്റ് ആണോ ചെയ്തത് അത് സലൂണിലുള്ളവരെ തന്നെ പറയും നിങ്ങൾ ഏത് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കുക ഇനി മുതൽ ഞാൻ ഏത് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന്. എന്റെ ഒരു സജഷനിൽ നിങ്ങൾ ഫസ്റ്റ് 1 year എങ്കിലും അതേ പ്രൊഡക്ട്സ് തന്നെ, മാക്സിമം ആ പ്രൊഡക്ട്സ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. പലരും കോസ്റ്റ്ലി ആവുകൊണ്ട് കുറച്ച് നാൾ അത് യൂസ് ചെയ്തിട്ട് പിന്നെ സ്വിച്ച് ചെയ്യാറുണ്ട് നോർമൽ പ്രൊഡക്ട്സിലേക്ക്. അത് ഹെയറിൽ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും. പിന്നീട് ഹെയർ ഫോൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ രീതിയിൽ തന്നെ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും.
അപ്പൊ പ്രൊഡക്ട്സ് നിങ്ങൾ റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. മെയിൻലി സലൂണിലുള്ള ആൾക്കാർ നമുക്ക് പ്രിഫർ ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഷാംപൂ, മാസ്ക് ആൻഡ് സെറം. ഓഫ് കോഴ്സ് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്നതിനെ കാട്ടിലും കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷെ നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കുറെ നാള് അതേപോലെ തന്നെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഓയിലിംഗ്. അപ്പോൾ എല്ലാവർക്കും, സ്മൂത്തനിങ് ചെയ്തവർക്കും ചെയ്യാനിരിക്കുന്നവർക്കും ചെയ്ത് കഴിഞ്ഞവർക്കും എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മുടിയിൽ എണ്ണ തേക്കാമോ? സലൂണിലുള്ള ആൾക്കാർ പറഞ്ഞു ഇനി ഒരിക്കലും മുടിയിൽ എണ്ണ തേക്കരുതെന്ന്. അങ്ങനെ അത് കേട്ട് തേക്കാതിരുന്ന ഒരുപാട് ആൾക്കാരുടെ മുടി ഹെയർ ഫോൾ വന്നിട്ട് ഒരുപാട് ഡാമേജ്ഡ് ആയിട്ട് പോയത് എനിക്കറിയാം. അപ്പൊ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, എന്നോടും ഇതേപോലെ തന്നെയാണ് സലൂണിലുള്ള ആൾക്കാർ പറഞ്ഞത് എണ്ണ തേക്കരുതെന്ന്. പക്ഷെ ഞാൻ ഒരു 3 വീക്സിന് ശേഷം എണ്ണ തേച്ചു തുടങ്ങി. ഒരിക്കലും എണ്ണ നമ്മുടെ എൻറ്റയർ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. സ്കാൽപ്പിന്റെ ഭാഗത്ത് മാത്രമേ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇവിടെ ഈ ബോഡി പാർട്ടിൽ ഓൾറെഡി ട്രീറ്റഡ് ആണ്, നമ്മൾ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറം യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഹെയറിന്റെ ബോഡി പാർട്ട് നറിഷ് ചെയ്യാനും മോയ്സ്ചറൈസ്ഡ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ സെറം യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കാൽപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആ ഹെയർ റൂട്ടീൻ എങ്ങനെയായിരിക്കും, അതായിരിക്കും നമ്മുടെ അടുത്ത പോയിന്റ്. ഹെയർ കെയർ. നമുക്ക് എങ്ങനെ കെമിക്കലി ട്രീറ്റഡ് ഹെയറിനെ കെയർ ചെയ്യാം, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. കാരണം എന്റെ തംബ്നെയിലിൽ കണ്ടതുപോലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ അത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്തായാലും റിസൾട്ട് ഉണ്ടാവും. പിന്നെ റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മേജർ റീസൺ ജെനറ്റിക്സ് ആണ് കേട്ടോ. നിങ്ങളുടെ ഇപ്പോ മുൻ തലമുറകളിൽ എല്ലാവർക്കും ഇങ്ങനെ ഹെയർ ഫോളിന്റെയും ഹെയർ ഡാമേജിന്റെയും ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്കും ഉണ്ടാവാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അല്ലാതെ നിങ്ങൾക്ക് കുറച്ചൊക്കെ കെയർ ചെയ്താൽ അത്യാവശ്യം ഗ്രോത്തും ഹെയർ ഡാമേജും ഒക്കെ മാറ്റി നിർത്താനായിട്ട് ഈ പറയുന്ന ടിപ്സ് എന്തായാലും സഹായിക്കും. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓയിലിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ഓയിലിംഗ് ചെയ്യാം. നമ്മൾ കെമിക്കലി ട്രീറ്റഡ് ഹെയർ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് മാത്രമേ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാനേ പാടില്ല. നോർമൽ ഹെയർ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ എന്നും കുളിക്കുമായിരിക്കും. പക്ഷെ ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ നമ്മൾ ഹെയർ വാഷ് നമുക്ക് എന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓൺലി ട്വൈസ് ഓർ ത്രൈസ്. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ട്വൈസ് ഓർ ത്രൈസ്, ഞാൻ ആദ്യം ത്രൈസ് ആയിരുന്നു. ഹോസ്റ്റലിൽ വരുന്നതിന് മുമ്പ് ഞാൻ 3 ദിവസമായിരുന്നു ഒരാഴ്ചയിൽ ഹെയർ വാഷ് ചെയ്യാറ്. അതിൽ 2 തവണയാണ് ഞാൻ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. ഓയിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓയിൽ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോ ഹോസ്റ്റലിലാണ്, ഞാൻ അതിന്റെ ഒരു ലോങ് വീഡിയോ എങ്ങനെയാണ് ആ ഓയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് വീട്ടിൽ പോയിട്ട് ഞാൻ അമ്മയോട് പറയാം, നമുക്ക് അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആ ഓയിലാണ്, അമ്മ ഉണ്ടാക്കി തരുന്ന ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ, ഔഷധ ഗുണമുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ആ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത്. ആ ഓയിൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഹോട്ട് ഓയിൽ മസാജ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, അത് നമ്മൾ തിളപ്പിക്കുക, വേറൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ആ പാത്രം ഈ പാത്രത്തിലേക്ക് വെക്കുക, വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. അപ്പൊ ഇത് ചൂടാക്കിയതിന് ശേഷം വൈറ്റമിൻ ഇ, ഇവിയോൺ എന്ന് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ ആണ്. അത് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അത് ഭയങ്കര ജെല്ലി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യുക. ചെറിയ ചൂടേ ഉണ്ടാവുള്ളൂ, ഡബിൾ ബോയിലിംഗ് ആണല്ലോ, ചെറിയ ചൂടായിരിക്കും ഓയിലിനുണ്ടാവുക. നിങ്ങൾ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഞാൻ എടുത്ത് പറയാണ്, ഒരിക്കലും ബോഡി പാർട്ടിൽ നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് നമ്മളൊരു 5 മിനിറ്റ് മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മസാജ് ചെയ്യുക. ഭയങ്കര ഹാർഡായിട്ട് മസാജ് ചെയ്യരുത്, കാരണം ഹോട്ട് ഓയിലും കൂടെ ആവുകൊണ്ട് മുടി കൊഴിയാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ മൈൽഡ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞ് അരമണിക്കൂർ അതേപോലെ വെക്കുക. അരമണിക്കൂറിൽ കൂടുതൽ വെക്കുകയേ ചെയ്യരുത്. എല്ലാവരും പറയും ഓവർനൈറ്റ് വെക്കുക. ഒരിക്കലും ട്രീറ്റഡ് ഹെയറിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അരമണിക്കൂർ വെക്കുക. എന്നിട്ട് ഷാമ്പു ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയിട്ടത് ഓയിലിന്റെ ഒരു കണ്ടന്റും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കഴുകി കളയുക. അപ്പൊ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആഴ്ചയിൽ 2 തവണയാണ് കേട്ടോ. അപ്പോൾ ഈ ഓയിലിംഗ് മെത്തേഡ് ഇതാണ്. ഓയിലിംഗ് അല്ലാതെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഹെയർ കെയർ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇടയ്ക്കൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, പാമ്പറിങ് മൈ ഹെയർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യാന്നുള്ളത്. അത് ഞാൻ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക.
അതിൽ മെയിൻ ആയിട്ട് അലോവേറ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും. അലോവേറ, തുളസി, ഞവരയില, പിന്നെ മിന്റ്, പിന്നെ മുട്ട ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മുടിയിൽ. എല്ലാവരെയും പറയും മുട്ടയുടെ വെള്ള മാത്രമേ മുടിയിൽ തേക്കാവുള്ളൂ. അങ്ങനെയില്ല കേട്ടോ. കാരണം മുട്ടയുടെ മഞ്ഞ യോക്ക് എന്ന് പറയുന്നത് മുടിക്ക് നന്നായിട്ട് ഷൈൻ കിട്ടാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മുട്ട ഫുൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യുക, ഒരു പ്രശ്നമില്ല. പക്ഷെ സ്മെൽ ഉണ്ടാവും. നമ്മൾ അപ്ലൈ ചെയ്ത് ഇതെല്ലാം കൂടി അരിച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂറോ 1 മണിക്കൂറോ വെക്കുക. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് ഷാമ്പു തേച്ച് കഴുകി കളയുക. ആ സ്മെല്ല് ഉണ്ടാവാൻ പാടില്ല. നല്ല രീതിയിൽ അത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഷാമ്പു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ ആ സ്മെല്ല്. വേറെ ഒരു രീതിയിലുള്ള ഡാമേജും. ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇത് ഇല്ല, നിങ്ങൾ വീട്ടിലല്ല നിൽക്കുന്നത്, ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് എന്നെ പോലെ എങ്കിൽ റോസ്മേരി വാട്ടർ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുക. വീക്ക്ലി ത്രൈസോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. കുഞ്ഞു കുഞ്ഞു ഹെയറിന് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ നിങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇതേപോലെ ഇത് മാത്രമല്ല, ഇതിൽ നമുക്ക് വേറെ ചെമ്പരത്തിയില ഇല അല്ലെങ്കിൽ ചെമ്പരത്തിയ പൂവ് എല്ലാം നമുക്ക് അരച്ച് തേക്കാൻ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കെമിക്കലി ട്രീറ്റഡ് ഹെയറിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത കാര്യം ഒന്ന് തൈര്, ഒന്ന് ഹെന്ന, ഒന്ന് ഉലുവ. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് മുടിയെ നന്നായിട്ട് ഡ്രൈ ആക്കുന്ന കാര്യമാണ്. ഹെന്ന അപ്ലൈ ചെയ്യരുതെന്ന് എനിക്ക് തോന്നുന്നു സലൂണിൽ നിന്ന് തന്നെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷെ ഈ തൈര്, ഉലുവ ഇതൊന്നും നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഭയങ്കരമായിട്ട് മുടിയെ ഡ്രൈ ആക്കും. ഡ്രൈ ആക്കി കഴിഞ്ഞാൽ മുടി ബ്രേക്കേജ് ആവാനും പൊട്ടിപ്പോവാനും കൊഴിയാനും ഒക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അത് അപ്ലൈ ചെയ്യാതിരിക്കുക. ഇത് കൂടാതെ അടുത്ത നമ്മുടെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് മന്ത്ലി സ്പാ. ഇതിപ്പോ എല്ലാവരും ചെയ്യണം എന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്മൂത്തനിങ് ചെയ്ത് 2 മാസമെങ്കിലും നിങ്ങൾ സ്പാ ചെയ്യണം കേട്ടോ. സ്പാ ചെയ്യുന്നത് നല്ലതാണ്. മുടിയുടെ ആ ഒരു ടെക്സ്ചർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ അതല്ലാതെ ചെയ്യാൻ പറ്റുന്നത് ട്രിമ്മിങ് യുവർ ഹെയർ. നമ്മൾ എത്ര തന്നെ മുടിയെ കെയർ ചെയ്താലും കുറച്ചൊക്കെ ഡാമേജ് എല്ലാവരുടെയും മുടിയിൽ ഉണ്ടാവും. പ്രത്യേകിച്ച് ടിപ്പ് ഭാഗത്ത് സ്പ്ലിറ്റ് എൻഡ്സും ബ്രേക്കേജും ഒക്കെ വരുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ട്രിം ചെയ്ത് കൊടുക്കുക. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രിം ചെയ്യുക. അല്ലെങ്കിൽ ഹെയർ കട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റൈലിംഗ് നിങ്ങൾക്ക് എങ്ങനെയാണോ, ലെയർ ആണോ ഫെദർ ആണോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെട്ടിയിടാം, പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ട്രിം ചെയ്തിരിക്കണം. നമ്മൾ എത്രയൊക്കെ കെയർ ചെയ്തെന്ന് പറഞ്ഞാലും അപ്പോഴെപ്പോഴും വെട്ടിക്കൊടുത്തിട്ട് ഉള്ള മുടിയുടെ ഒരു ഹെൽത്തി ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടി ട്രിം തന്നെ ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ടെന്ന്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ സ്മൂത്തനിങ്ങോ ഇല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെന്റോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ ഇതേപോലെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.